ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ കറ്റാർവാഴയെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പോൾ കറ്റാർവാഴയെക്കുറിച്ചുള്ളതായ വീഡിയോ നമ്മൾ നേരത്തെ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ 10 മണിയുടെ വീഡിയോ കാണിച്ചു ഇതിൻ്റെ എടുത്തിരുന്നത് ഇൻട്രോ എടുത്തത്. അപ്പം എല്ലാവരും പറഞ്ഞു, ചേച്ചി ഞങ്ങൾ 10 മണി നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കറ്റാർവാഴയാണ് ഞങ്ങൾ നോക്കിയെന്നുള്ളത്. അത് രാക്ഷസനെ പോലെ നിൽക്കുന്ന ഒരു കറ്റാർവാഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2 വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടാവുമെന്ന് കണ്ടു നോക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും കുറേ പേരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു കറ്റാർവാഴയുടെ വീഡിയോ ഇടുകയാണ്. അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെ ഇതിനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളതായ ഒരു വീഡിയോ തന്നെയല്ല, ഇഷ്ടംപോലെ വിത്തുകളൊക്കെ ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് നിൽക്കുന്ന വിത്തുകൾ കണ്ടില്ലേ, ഒരു അമ്മ രാക്ഷസിയും അതിൻ്റെ കുറേ മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് രസമാണ് കാണാനായിട്ട്. ചിലർക്കൊക്കെ ഇഷ്ടം പോലെ പിടിക്കും, ചിലർക്ക് ഇത് പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ഒട്ടും മറക്കണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഓണകാലമൊക്കെ അടുത്ത് വരികയാണ്. ഇപ്പം നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രൂപ്പുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ യഥാസമയം നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ അങ്ങോട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും, ഉടനെ അങ്ങ് തീർന്നു പോവുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, അപ്പം എപ്പം നോക്കിയാലും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിരിക്കും. പക്ഷേ പിന്നെയും നമ്മൾ ഇടുന്നുണ്ട്, അതും പിന്നെയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പിന്നെ വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ യഥാസമയം വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം, നമ്മൾ 2 കറ്റാർവാഴയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന വളങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും 5 പൈസ ചിലവില്ലാത്ത ഒരു സാധനം വെച്ചാണ് നമ്മൾ കറ്റാർവാഴ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ 1ാമത്തെയും 2ാമത്തെയും വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടം പോലെ ഇതേപോലെ കറ്റാർവാഴ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നിൽക്കുന്നത് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കറ്റാർവാഴയുടെ ഒരു പോള തന്നെ കണ്ടില്ലേ, എന്തൊരു ആരോഗ്യമാണെന്ന് നോക്കിയാൽ. ഓരോ കിലോ വീതം ഉണ്ട് ഓരോ ഇത്, കണ്ടില്ലേ, അത്ര മാത്രം ഘനമാണ്. ഇതിനകത്ത് മൊത്തം ജെല്ലാണ്, കണ്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ വെയിലും ആവരുത്, അധികം മഴയും ആവരുത്. ആ രീതിയിൽ വേണം നമ്മളിതിനെ വെക്കാനായിട്ട്. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മഴയോ വെയിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഒരു ഷെയ്ഡിലോട്ട് ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വളർന്നു വരും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളം നമ്മൾ കൊണ്ടൊഴിക്കേണ്ട കാര്യമില്ല. ദിവസം 1 ഗ്ലാസ് കൊടുത്തോ കുഴപ്പമില്ല, ഒഴിച്ചില്ലൊരു ഒരു കുഴപ്പമില്ല. ആഴ്ചയിൽ 2-3 ദിവസം വെള്ളം ഒഴിച്ചാലും മതി. കാരണം ഇതിൻ്റെ തണ്ടിൽ ഇതിന് നിൽക്കാനുള്ളതായ വെള്ളമൊക്കെ അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചാൽ ഇതിൻ്റെ ചുവട് ചീഞ്ഞു പോകാനായിട്ട് ഇടവരും. അതുകൊണ്ടാണ് അത്യാവശ്യം വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ ദിവസം 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഒരു നേരം 1 ഗ്ലാസ് വെള്ളം ഇതിന് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് സ്ലറി മാതിരി എന്തെങ്കിലും കൊടുത്താൽ മതി. അല്ലാതെ ഇതിനകത്ത് ഇതിൻ്റെ ചുവട്ടിലൂടെ പച്ച ചാണകം ഇടണമെന്നോ വേപ്പിൻ പിണ്ണാക്ക് ഇടണമെന്നോ കടലപ്പിണ്ണാക്ക് ഒഴിക്കണമെന്നും ഞാൻ പറയുന്നില്ല, ഇടണമെന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ഇച്ചിരി സ്ലറി നിങ്ങൾ ഏതിനെങ്കിലും ഒഴിക്കുമ്പം അതിൻ്റെ ചുവട്ടിലൂടെ ഒഴിക്കുക. ഈ നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ അടിച്ചു കലക്കിയൊക്കെ ഒഴിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു സ്വല്പം മതി കേട്ടോ, ഒന്ന് നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് വളർന്നു വരും. പിന്നെ മെയിനായിട്ട് വേണ്ടിയ ഒരു കാര്യമാണ് പൂപ്പായൽ എന്ന് പറയുന്നത്. പൂപ്പായലിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി കാണിച്ചത്. അപ്പോൾ അതിട്ട് കൊടുത്താൽ ഇഷ്ടംപോലെ കുഞ്ഞുമക്കൾ ഇതേപോലെ ഉണ്ടായി വരും. കണ്ടോ, നിൽക്കുന്നുണ്ടോ, ഒരു 10-12 എണ്ണം കുഞ്ഞുമക്കൾ ഇതിനകത്ത് ഉണ്ട്. ഇനി എന്താണ് ഈ പൂപ്പായൽ അല്ലെങ്കിൽ പായൽ എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ട്. അന്ന് എനിക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ മറുപടി എഴുതി കുഴഞ്ഞായിരുന്നു. ഈ പൂപ്പായൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ടെറസിൽ നമ്മുടെ ഈ ഓവൻ്റെ അടുത്തോട്ടൊക്കെ മഴ വരുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാം കൂടെ അടിഞ്ഞിങ്ങനെ വന്ന് കിടക്കും. കണ്ടില്ല, കൊച്ചു കൊച്ചു മണലുകളും അതുപോലെ പൂപ്പായലും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമ്മൾ തൂത്തുവാരി നമ്മുടെ പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിലും പിന്നെ കറ്റാർവാഴയ്ക്കാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല പ്രയോജനം ചെയ്യും കേട്ടോ. ഇതാണ് പൂപ്പായൽ എന്ന് പറയുന്നത്. പലർക്കും അറിയത്തില്ല ഇത് എന്തുവാണെന്നുള്ളത്. അപ്പോൾ ഇനി ഡൗട്ടൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഇത് വാരി നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മതിലിലും അതുപോലെ ടെറസിലുമൊക്കെ തൂത്തുവാരുന്ന മോസ് എന്ന് പറയുന്നതാണ് ഈ പൂപ്പായൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം, അത് പച്ചയ്ക്ക് കൊണ്ടിട്ടാൽ പിന്നെ അത് അവിടെ കിടന്ന് കിളിച്ച് വരികയുള്ളൂ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ കുറേ പേർക്ക് അത് നല്ല റിസൾട്ടായിരുന്നു. അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ടെറസൊക്കെ അടിച്ചുവാരി തൂക്കുക. ഈ മഴയൊക്കെ സമയമാണ്, അപ്പോൾ ഒരു വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ അടിച്ചുവാരി തൂത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കറ്റാർവാഴയുടെ ചുവട്ടിൽ നിങ്ങളൊന്ന് ഇട്ട് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് ഈ പിന്നെ കറ്റാർവാഴ
കിളിർത്ത് വരും. കിളിർത്ത് വരുന്നത് മാത്രമല്ല കുറേ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് എന്താ വേണം, ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് ഞാൻ നീക്കം ചെയ്യാൻ പോകണം. കാരണം ഇതിനകത്ത് ഇനി നിൽക്കാനോ വളരാനോ ഇവർക്ക് പറ്റത്തില്ല. ഈ അമ്മയെ മാത്രം നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് പറിച്ച് മാറ്റും. അപ്പോൾ ഞാൻ വെച്ചിരുന്നത് ഗ്രോ ബാഗിനകത്തായിരുന്നു, നമ്മുടെ വെള്ള ഗ്രോ ബാഗിനകത്തായിരുന്നു. വെള്ള ഗ്രോ ബാഗ് പൊട്ടി പളിസായിപ്പോയി. അപ്പോൾ അത് ഞാൻ എന്തെന്നറിയാമോ, ഓവൻ്റെ തെർമോക്കോളിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ഇതിനകത്ത് നിൽക്കാനൊന്നും ഇടവില്ലാത്തതുകൊണ്ട് ഞെരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാനിതിനെ ഓരോന്നിനെ പറിച്ച് മാറ്റി വേറെ ഓരോന്നിനകത്തോട്ട് നടാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞാൽ ഈ കറ്റാർ വാഴയ്ക്ക് വലിയ കെയറൊന്നും കൊടുക്കണ്ട. അതാണ് ഏറ്റവും വലിയ കെയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് നമ്മളതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും പിടിക്കത്തില്ല. നമ്മളതിനെ കൊണ്ടുവെക്കുക, അതിന് വല്ലപ്പോഴും ഇച്ചിരി വെള്ളം കൊടുക്കുക. ഇതേപോലെ ആ പൂപ്പായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങളതിനെ എന്നും ചെന്ന് നോക്കി അവർ വളരുന്ന, കാല് വളരുന്ന, കൈ വളരുന്ന നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങ് വളർന്നോളും. ഞാനിതിന് ഒരു കെയറും കൊടുക്കാറില്ല കേട്ടോ. അപ്പം മേളി വരുമ്പോൾ എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ അതിനിച്ചിരി വെള്ളം കൊടുക്കും. എപ്പോഴെങ്കിലും ജീവസിലറിയ ഏതെങ്കിലും അത് അങ്ങനെ ഒഴിക്കുന്നതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഇതിവിടെ വളർന്നു വരുന്നത്. പൂപ്പായിൽ എന്തായാലും ഇട്ട് കൊടുക്കും. അപ്പം വലിയ കെയറൊന്നും വേണ്ടാതെ നിസ്സാരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇനി ചോദിച്ചേക്കാം, ചേച്ചി ഞങ്ങൾക്ക് ഈ കറ്റാർ വാഴയുടെ തൈ തരുമോ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മളത് വെബ്സൈറ്റിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്കറിയാം, www.theminislifestyle.com എന്നാണ്. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക, നിങ്ങൾ ഓർഡർ ചെയ്യുക, നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പറിച്ച് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ള ഗ്രോ ബാഗിനകത്തായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. വെള്ള ഗ്രോ ബാഗ് കീറിപ്പോയപ്പോഴും നമ്മളാണ്ട് തെർമോക്കോളിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്താണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങ് പറിച്ച് മാറ്റി കളഞ്ഞേക്കണം. കണ്ടില്ലേ? അതൊന്നിന് വെച്ചേക്കണ്ട. ഇതൊക്കെ ഏറ്റവും പ്രായമുള്ള തണ്ടുകളാണ്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞേക്കാം. ഏറ്റവും അടിയിലുള്ളതൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാടൊന്നും കട്ട് ചെയ്തതല്ല, ഏറ്റവും മൂത്ത തണ്ടുകളെ അങ്ങ് മാറ്റി കളഞ്ഞേക്കാം. ഇനി നമുക്ക് ഈ തൈകളെയൊക്കെ പറിച്ചെടുക്കാം. ഇതിനെ നമുക്കിന് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് മാറ്റി എടുക്കാം. അപ്പം നമുക്ക് കണ്ട ഈ രണ്ടാമത്തെ തള്ളയാണിത്. അത് പിള്ളയും കൂടെ ഇനി മാറ്റാം. ഏറ്റവും വലിയ കൊച്ചിനെ ഇനി മാറ്റാം. എല്ലാത്തിനെയും മാറ്റുന്നുണ്ട്, തള്ളയെ മാത്രമേ ഇതിൽ നിർത്തുന്നുള്ളൂ. എടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. കയ്യിലൊക്കെ മുള്ളൊക്കെ കൊള്ളാതെ വേണം ഇതെടുക്കാനായിട്ട്. വളരെ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ വേര് അങ്ങ് എല്ലായിട്ടങ്ങ് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് തണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വെളിച്ചെണ്ണ കാച്ചണം. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് ഇത് കാണിച്ചാൽ ലെങ്ത്ത് ഒരുപാടായിപ്പോവും. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് വേറെ മാറ്റി നടണം. ഒന്നി നമുക്കിത് തറയിൽ നടാം, അല്ലെങ്കിൽ ചട്ടിക്കകത്തോ ഗ്രോ ബാഗിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നടാം. ഇതൊക്കെ ഇത്രയും വലുതാകുമ്പോൾ നമുക്ക് തറയിൽ നടുന്നതായിരിക്കും കുറേ നല്ലത്. ഈ തൈകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം മാറ്റിയിട്ട് ഇവർക്ക് ഈ അമ്പച്ചെടിയെ മാത്രം ഇതിനകത്ത് നിർത്തണം. അപ്പോൾ ഇതിൻ്റെ പോളയൊക്കെ നമ്മൾ മുഖത്ത് തേക്കുമ്പോഴുണ്ടല്ലോ, ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പൈപ്പിൻ്റെ കീഴിൽ കാണിക്കണം. എന്നിട്ട് മാത്രമേ ഇത് മുഖത്തൊക്കെ തേക്കാവൂ. കാരണം ഇതിനകത്ത് നിന്ന് ഒരു മഞ്ഞ ദ്രാവകം ഒലിച്ചു വരും. അപ്പോൾ അത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് മഞ്ഞ ദ്രാവകം നമുക്ക് ചൊറിച്ചിലുണ്ടാകും. ചിലർക്ക് അത് അലർജിയാവും. അപ്പോൾ അത് നമ്മൾ പൈപ്പിൻ്റെ കീഴിലൊന്ന് കാണിക്കുക. എന്നിട്ട് അത് കഴുകി കളഞ്ഞതിന് ശേഷം മുഖത്തൊക്കെ തേച്ചാൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 10-15 ദിവസമൊക്കെ തേച്ചാൽ നല്ല മാറ്റം നമ്മുടെ മുഖത്ത് ഉണ്ടാകും. ഞാൻ തേക്കാറൊന്നുമില്ല കേട്ടോ, പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കറ്റാർ വാഴ ശ്രദ്ധിക്കാനുള്ളത്. ഇതിന് നടുന്ന രീതിയും കൂടെ കാണാം. അപ്പോൾ ഇത് നടുന്നതുണ്ടല്ലോ, ഇവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഗ്രോ ബാഗ് തന്നെയാണ്. ഇതിനകത്ത് ഒരു ചെടിയുടെ ഇതിനകത്ത് നിൽപ്പുണ്ട്, പയറിൻ്റെ മൂടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി കളഞ്ഞിട്ട് അതിനകത്തോട്ടാണ് ഞാനിത് നടുന്നത്. അപ്പോൾ അതിൻ്റെ വേരുകളെല്ലാം കണ്ടില്ല, ഇതെല്ലാം നമ്മളങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ അത്യാവശ്യം വരുന്നതായ വളങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇനി ഒരു വളം ഇടേണ്ട കാര്യമൊന്നുമില്ല. ആ വേരൊക്കെ ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഈ തൈ വെച്ച് കൊടുക്കാം. ഈ തൈ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്താണ്ട് ഇങ്ങനെയൊക്കെ പഴുത്തൊക്കെ നിൽക്കുന്ന ഇലകൾ നമ്മളങ്ങ് പറിച്ച് മാറ്റി കളയാം. അതുപോലെ ഈ തുമ്പൊക്കെ ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് വിട്ടേക്കാം. ഈ വലിയ വേരുകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണ്ട, ഇനി നമുക്ക് ഈ കുഴിക്കകത്തോട്ടങ്ങ് വെക്കാം. ഇത്രയും മണ്ണ് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് മണ്ണിട്ട് മൂടരുത്, ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇവിടെ ചുറ്റിനും നമുക്ക് ആ പൂപ്പായിൽ കൊണ്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പൂപ്പായിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ മണ്ണിനകത്ത് മിക്സ് ചെയ്തിടാം. അല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ കവറൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഇത് നട്ടിട്ട് ഉടനെ കൊണ്ടുവന്ന് വെയിലത്ത് വയ്ക്കാതിരിക്കുക, മഴയത്തും വയ്ക്കാതിരിക്കുക. നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ പൂപ്പായൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു കറ്റാർവാഴ നടുന്നതിന്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒരു കറ്റാർവാഴ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറ്റാർവാഴയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വിത്തുകളും രോഗങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുക. ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഒരു കറ്റാർവാഴയെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. കുറേ പേരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നറിയാം. ഇല്ലാത്തവരും ഒന്നൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അത്യാവശ്യം എണ്ണ കാച്ചാനും മുഖത്ത് തേക്കാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് യഥാസമയം എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.